സോ വെൽക്കം ബാക്ക് ടു സിംഗ് ആൻഡ് വിങ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സിംഗർ ലക്ഷ്മിയാണ്. ലക്ഷ്മി, എന്തുകൊണ്ടാണ് ഈ റൊമാൻറ്റിക് സോങ്സ് മാത്രം തിരഞ്ഞെടുത്ത് പാടുന്നത്? ഇല്ല വിനോദ്, ഞാനൊന്നും തിരഞ്ഞെടുക്കാറില്ല. എനിക്ക് വരുന്ന പാട്ടുകൾ ഞാൻ പാടുന്നു. പക്ഷെ ഞാൻ മറ്റു ജോണറുകളും പാടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ മനസ്സ് പിടിച്ചെടുത്തത് ലക്ഷ്മിയുടെ ആ റൊമാൻറ്റിക് സൗണ്ടാണ്. ഓ ഓക്കെ. അപ്പോ ലക്ഷ്മി, എന്താണ് പ്രണയം? പ്രണയം എല്ലാവർക്കും അറിയുന്ന പോലെ എനിക്കേ ഉള്ളൂ. വിഷയം മാറ്റല്ലേ, വിഷയം മാറ്റല്ലേ. ഇല്ലില്ല, എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ ഒരു മൊമെന്റ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത. എനിക്ക് ഓക്കെ, നമ്മളൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. അപ്പോ നമ്മൾ എവിടെ പോയാലും നമ്മളെ ഫോളോ ചെയ്തു വരുന്ന ഒരാളുണ്ടാവും. എവിടെ നോക്കിയാലും നമുക്ക് അയാളെ കാണാം. നമുക്കറിയാം സത്യത്തിൽ അയാൾക്ക് നമ്മളെ ഇഷ്ടമാണെന്ന്. ചിലപ്പോ നമുക്കും ഇഷ്ടമൊക്കെ ഉണ്ടാവും. ഈ പരസ്പരം പറയാതെ അറിയാതെ പോകുന്ന ചില പ്രണയം ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ഫീൽ, അതാണ് പ്രണയം. മറ്റൊന്നും ആഗ്രഹിക്കാത്ത പ്രണയം. ഓഹോ, അപ്പോ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണല്ലേ ആ പേജിൽ കണ്ട വരികൾ, കണ്ടറിഞ്ഞതോ ഇതോ അല്ലേ? അപ്പോ ലക്ഷ്മി, എനിക്ക് വേണ്ടി, നമ്മളുടെ ലിസണേഴ്സിന് വേണ്ടി അധികം ആരും കേട്ടിട്ടില്ലാത്ത ആ പാട്ടിന്റെ 2 വരി ഒന്ന് മൂളാവോ പ്ലീസ്? ലക്ഷ്മിയുടെ ആരാധകർക്ക് വേണ്ടി. അത് വേണോ? 2 വരി. നീ അങ്ങോട്ട് പോടാ, ഞാൻ പോയി നാരങ്ങളും കുടിച്ചിട്ട് ശരി അച്ഛനെ. ആ പോന്നില്ലേ? പോവാച്ചനെ ഇവിടെ വോട്ട് ചെയ്യില്ല അണ്ണാ. ഇവൻ പോയില്ല ഇതുവരെ. എന്തുവാടാ ഇത്? ഇവിടെ വന്ന് ഇങ്ങനെ വായ മുളന്നുകൊണ്ടിരിക്കാനാണ് എന്നെ വിളിച്ചിട്ട് വന്ന്. ചെല്ലടാ അങ്ങോട്ട്. എനിക്ക് കുറച്ച് സമയം താശാനെ. എടിപിടി നടക്കുന്ന കാര്യമല്ല ഇത്. പിന്നെ ഞാൻ വെള്ളം കുടിക്കുന്നു. ഇത്തിരി കുടിച്ചോടാ, ക്ഷീണം മാറും. എനിക്ക് വേണ്ട അച്ഛൻ, ആശാൻ കുടിച്ചോ. ഞാനെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആശാനെ. ഇപ്പൊ എന്തൊരു ചെറുക്കനെ പോയി. എടാ, ഇതിനൊന്നും വലിയ ആവാശമൊന്നും വേണ്ട. നേരെ അങ്ങോട്ട് ചെല്ലുന്നു, വരുന്നു, ഇത്രേ ഉള്ളു കാര്യം. എല്ലാം നടക്കും ആശാനെ. എനിക്ക് പോണം. നീ വേണേ വെളുക്കുന്നവരെ ഇങ്ങനെ നോക്കി നിന്നോ. എടി കഷ്ടമുണ്ട്, പ്ലീസ് പോലെ. അവൻ എന്തായാലും എന്നോട് പറയാം, എനിക്ക് ഉറപ്പാ. കഷ്ടമുണ്ട്, എനിക്ക് ഉറപ്പില്ല. ഞാൻ ഇത് കുറെ നാളും കൊണ്ട് കാണുന്നതല്ലേ.
ഇനി താമസിച്ച അപ്പൻ ഓഫീസിൽ വിളിച്ച് തിരക്കും. എടി പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാൻ പോവാ. എടി കഷ്ടമുണ്ട്, പോകല്ലേ എടി. പറയുന്നവിടെ എടി കഷ്ടമുണ്ട്, എനിക്കറിയാം. കഷ്ടമുണ്ട്. കുറച്ച് നേരം കൂടെ നിന്നാ മതി നീ പ്ലീസ്. ഒന്ന് പോയേ, ഞാൻ വാട്സപ്പ് ചെയ്യാം. അതാണ്ടാ അവൾ ഒറ്റയ്ക്കാടാ. എടാ ഇതിപ്പോ ഒരു അവസരം നിനക്ക് കിട്ടത്തില്ല. ഞാൻ പോണോ? വേണ്ട 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 വേണ്ട, ഞാൻ പോവാം. ഞാൻ പോ ചെല്ല്. ആ ഇത് ചെല്ലടാ. അയ്യോ ചീഞ്ഞ്. ആശാനെ പോയി ആശാനെ. ഗോഷ്ടി കാണിപ്പ് കണ്ടപ്പോഴേ ഞാൻ ആലോചിച്ചത് ഇങ്ങനെ വരുമെന്ന്. സമാനമല്ല എനക്ക്. ഊഞ്ഞാല. ഇനി എന്തോ കാണാൻ നിൽക്കുവാ? വാ ആശാനെ. ആശാന്റെ തേങ്ങ. ഇതെന്തുവാടാ? ഇതോ ദിൽഖുഷ്. ദിൽഖുഷോ? ആ. എന്നല്ലേടാ ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് വട്ടപ്പൻ എന്നാ പറയുന്നത്. വട്ടപ്പൻ. ഇത് വട്ടപ്പന്നൊന്നുമല്ല. പിന്നെ? ഇത് കഴിഞ്ഞ ആഴ്ച പെങ്ങളുടെ കുരുപ്പുകൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ അപ്പൊ കൊണ്ടുവന്നതാ. പക്ഷെ കാണുമ്പോ ബന്നായിട്ടൊക്കെ തോന്നും. പക്ഷെ അകത്തുണ്ടല്ലോ ആ. നല്ല അവിലും നല്ല മധുരവും കൊണ്ടുള്ള സൂപ്പർ പരിപാടിയാ. ആ അടിപൊളി ടേസ്റ്റാ. ഇന്ത്യയുടെമാരുടെയൊക്കെ പേര് പോലുണ്ട്. ദിൽഖുഷ്. എടാ ഇതിനൊന്നും ആരുടെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആഗ്രഹിക്കുന്നതിനൊക്കെ നമ്മൾ അങ്ങോട്ട് പ്രണയിക്കണം. ഇപ്പം എൻ്റെ ഭാര്യ തന്നെ സുലോചന. ആരുടെ അനുവാദം ചോദിച്ചിട്ട് വന്നിരിക്കുമെന്ന് വിചാരിക്കുന്നത് നീ? ഞാനിങ്ങോട്ട് പ്രണയിച്ചു കൂട്ടിക്കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. ഇതൊക്കെ സിമ്പിളാടാ. എന്താണെന്ന് അറിയാമോ ആശാനെ? ആ. എനിക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളാ. അവളെ കാണുമ്പോ എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നു. അങ്ങനെ നീ ഇങ്ങനെ കൈയും കാലും മറച്ചു നടന്നു. എന്നെ നാളെ കൂടെ പ്രതീക്ഷ മതി. ഉള്ള കാര്യം ഞാൻ അയ്യോ പറയാം. ആശാനെ, അങ്ങനെയൊന്നും പറയല്ല. പിന്നെ അല്ലാതെ എത്ര ദിവസമായത്? പറ്റില്ലെങ്കിൽ വേറെ വല്ല പണിക്ക് പോടാ. ആശാനെ നീ വിഷമിക്കൊന്നും വേണ്ട. ഇതൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള കേസാണ്. ഈ ഒരു നിമിഷം കഴിഞ്ഞാണ്ടല്ലോ വല്ലാത്തൊരു ധൈര്യമായിരിക്കും. പിന്നെ നീ ആഗ്രഹിക്കുന്നത് നിന്റെ അടുത്ത് എത്തിയിരിക്കും. പിന്നെ ഇവൻ പറഞ്ഞു തരുവാടാ എന്താ വേണമെന്ന്, അതനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. ആശാനെ നാളത്തെ ദിവസം എന്റെ ആയിരിക്കും. ഇത് നിങ്ങളാണ് സത്യം. ആയിരിക്കണം. ശരി ആശാനെ. മറ്റേ സാധനം കുറിച്ചാടെ. എന്ത്? മറ്റേ ദിൽഖുഷോ? ആ, അതെ, ഇയാളെ അതെ. ഒരു കാര്യം. എങ്ങനെയുണ്ട് ആശാനെ? പൊളിയുള്ളത്. ആശാനെ അപ്പൊ നാളെ. അപ്പൊ ഹാപ്പി ദിൽഖുഷ്. ആ ഓക്കെ ശരി. വൃത്തികെട്ടവള്. ചുമ്മാ വിലക്കുറവിട്ട് പോയച്ചോ. അതിനോടൊരു കാര്യം പറയാനുണ്ട്. ഭയങ്കര ബോറാണെന്ന് അറിയാം ഇങ്ങനെ ബാത്റൂമിന്റെ പുറത്തുനിന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് സേഫാ. ഈ ചളിപ്പുഴവൊക്കെ ചിലപ്പോ ഞാനായിരിക്കും ലോകത്തിൽ ആദ്യമായിട്ട് ബാത്റൂമിന്റെ പുറത്തുനിന്നൊക്കെ പറയുന്നതിനാണ്. പക്ഷെ ഇന്നലെ കള്ളിന്റെ പുറത്ത് പറഞ്ഞ പോലെയല്ല. ശരിക്കും താൻ വേണം, താൻ്റെ കൂടെ വേണം, താനില്ലാതെ പറ്റില്ല എന്നൊക്കെ ഒരു തോന്നല്. നമുക്കിവിടെ പെയിന്റിങ്ങും റിസർച്ചും പുസ്തകത്തിൽ തൂപ്പിലേക്കുന്ന കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് നമുക്ക് നൈസായിട്ടൊക്കെ കൂടാം, കുറച്ച് ഹാപ്പി ആയിട്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ.
ഐ ലവ് യു. താൻ ആലോചിച്ചിട്ടൊക്കെ ഇറങ്ങുവാ, ഞാൻ വെയിറ്റ് ചെയ്യാം. വരുന്നു ഞാൻ വരും. ഞാൻ ഇപ്പം വരും. ചെല്ലടാ, ഇപ്പോൾ അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇന്നലത്തെ പോലെ ആവല്ലേ. എന്റെ ആശാനെ, ആശാനൊന്ന് മാറിക്ക്. ഞാനും തയ്യാറായിക്കോട്ടെ ആശാനെ, പ്ലീസ്. നീ എന്ത് കൊല്ലാൻ പോവാണോ? എന്ത് ആശാനെ? ഞാൻ പോവുക. ഞാൻ ഇവിടെ നിന്നിട്ട് ഇയാളുടെ കാര്യം നടക്കാതിരിക്കണ്ട. ഞാൻ ആ കട കാണാൻ. ഓക്കെ, ആയിക്കോട്ടെ.
എടാ മോഷണം സത്യമുള്ളൊരു കലയാ. നീ ആ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന പെങ്കുച്ചിനെ കണ്ടോ? ആ കാപ്പി പിടിച്ചൊരുതാറ് കണ്ടു. നീ നൈസായിട്ട് ചെല്ലുക, അവളുടെ മാല പൊട്ടിച്ച് എനിക്കൊണ്ട് തരിക. അവളെ നന്നായിട്ട് നോക്കി വെച്ചോ. മനസ്സിലായി ആശാനെ. ഭാരമല്ലിനി തുരത്തിയോടി മൂടി വെച്ച തുച്ഛമോഹമൊത്തിരി അകമ്പുറം തുരന്നെടുത്ത മാർത്തിലും കൊലച്ചി ഉരച്ചെടുത്ത പൊന്നു കണ്ടു മാത്രയിൽ പറിച്ചെടുക്ക് പൂകനി ഉരച്ചു പൊന്തുമാരവം പകച്ചിടാതെ ഓടിനി ഉരച്ചു കൂടുമാതിയിൽ തുളച്ചിടാതെ കത്തിനി ഇടം വനം തിരിഞ്ഞു നോക്കിടാതെ പിതച്ചതങ്ങു കൊയ്തെടുത്തു പോരെ കൊതിച്ചതേതു തമ്പുരാന്റെ പൊന്നെ കളഞ്ഞെടുത്ത കള്ളന്റെ കണ്ണേ പെരുത്തു പൊന്നിലായി എന്നു മുന്നേ മടിച്ചതില്ല തച്ചെടുത്തു പോവേ പൊടിഞ്ഞ ദൂരജമജ്ജയില്ലിനി ചിരണ്ട ചീര രക്ത അഡ്ഡ ഭാരമല്ലിനി തുരത്തിയോടി മൂടി വെച്ച തുച്ഛമോഹമൊത്തിരി അകംപുറം തുരന്നെടുത്ത മർത്തിലും കൊലച്ചിരി തരിച്ചു പോയ മാത്രയിൽ പറിച്ചെടുക്ക് പൂകനി ഉരച്ചു കൊന്തുമാരവം പകച്ചിടാതെ ഓടിനി ഉരച്ചു കൂടുമാതിയിൽ ഇന്ന് ആശാനെ, ഇതെൻ്റെ ആശാനുള്ളതാ. ഞാൻ ആദ്യമായിട്ട് പ്രേമിച്ച് കൈക്കലാക്കിയ മാല. വലിയ നാടകമൊന്നും വേണ്ട. നീ ഇന്നാ ശരിക്കും കള്ളം പൗത്രയുടെ ശിഷ്യനാണെന്ന് തെളിയിച്ചത്. അത് ഞാൻ സമ്മതിച്ചു. അതിനല്ലേ ആശാനെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. നീ ഒരു സീർട്ട് ഞാൻ സത്യം പറയടാ, നീ ഇന്ന് അവളുടെ അടുത്ത് മാല പൊട്ടിക്കാൻ തന്നെയാണോ പോയത്? നൈസായിട്ടൊരു പ്രേമം കയറി കൊത്തിയില്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ? അത് കള. നീ അവളുടെ പുറകെ നടന്ന പോലെ തന്നെ മറ്റേവനും അവളുടെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. കൃത്യമായിട്ട് എനിക്കറിയായിരുന്നു. എന്നിട്ടെന്താ ആശാൻ എന്നോട് നേരത്തെ ഒന്നും പറയാതിരുന്നത്? എടാ, ഈ പ്രേമം തലക്കി പിടിച്ചവന്മാരുടെ ഒന്നും തലയിലോട്ട് ഒരു പുണ്ണാക്കും കയറത്തില്ല. പിന്നെ ഞാനതൊരു അവസരമായിട്ടും കണ്ട്. അവസരമോ? എടാ, എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു മോഷ്ടാവിന്റെ രുചിയുണ്ട്. അതായത് നമ്മുടെ മറ്റേ ആ ദിൽഖുഷില്ലേ, അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മധുരം ഉണ്ടല്ലോ, അതുപോലെ. അത് പുറത്തു വരാൻ വേണ്ടി അതിൻ്റെതായ ഒരു സമയവും കാരണമൊക്കെ വേണം. ആ കാരണമാണ് അവള്. ഇനി മുതൽ നിന്റെ സമയമാടാ. അതെ ആശാനെ, ആ ഇനി പോലെ എൻ്റെ സമയമാണ്. ഏതൊരു കളവും നിഷ്പ്രയാസം ഞാൻ ചെയ്യും. ആർക്കും എന്നെ പിടിക്കാൻ പറ്റില്ല.